എല്ലാ കുട്ടികൾക്കും ഒരു സ്പെഷ്യൽ ഹലോ. ഇന്ന് നമ്മുടെ സ്റ്റോറി സീരീസിലെ അവസാനത്തെ കഥയാണ്. ഈ കഥ രാജുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ വളർത്തുപൂച്ച ഗോൾഡിയുടെയും ആണ്. കഥയുടെ പേര് രാജു ഗോൾഡിയെ രക്ഷപ്പെടുത്തിയ രീതി. തിരക്കുള്ള ഒരു തെരുവിനകത്ത് ഒരു ചെറിയ വീട്ടിലാണ് രാജു താമസിച്ചിരുന്നത്. രാജുവിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയോ? അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ രാജുവിൻ്റെ ചെറിയ വളർത്തുപൂച്ച ഗോൾഡി. രാജുവിന് 10 വയസ്സായിരുന്നു. ഗോൾഡി വളരെ ചെറുതായിരുന്നു. രാജുവിൻ്റെ വീടിൻ്റെ അകം പഠിച്ചു വരുന്നതേ ഉണ്ടായിരുന്നില്ലൂ. ഗോൾഡി വീട്ടിനു പുറത്തു പോയാൽ കാണാതാകുമെന്ന് രാജു പലപ്പോഴും ഭയപ്പെട്ടിരുന്നു. രാത്രികളിൽ പലപ്പോഴും ഗോൾഡി അടുത്തു തന്നെ ഉണ്ടായിരുന്നോ എന്ന് നോക്കാൻ രാജു ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമായിരുന്നു. ഒരു ദിവസം രാജു സ്കൂളിലായിരുന്നപ്പോൾ ആരോ കതവ് തുറന്നു വെച്ചതിനാൽ ഗോൾഡി പുറത്തേക്ക് പോയി കാണാതായി. സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയ രാജുവിനോട് തൻ്റെ പൂച്ചയെ കാണാനില്ല എന്ന് അനിയത്തി പറഞ്ഞു. ഇത് കേട്ട് രാജു വളരെ ആശങ്കാകുലനായി. രാജു ഗോൾഡിയെ തേടി വീട്ടിന് ചുറ്റും തിരഞ്ഞു. എല്ലായിടത്തും നോക്കി. അയൽവാസിയുടെ കമ്പൗണ്ടിലും, ഇരുണ്ട മുക്കിലും മൂലയിലും, കുറ്റിക്കാട്ടിലും, അഴുക്കുചാലുകളിൽ പോലും. പക്ഷേ ഗോൾഡിയെ കണ്ടെത്താനായില്ല. തൻ്റെ അന്വേഷണം ഉപേക്ഷിക്കാനായപ്പോൾ രാജു ഒരു ചെറിയ മ്യാവ് എന്ന ശബ്ദം കേട്ടു. ശബ്ദം വരുന്നിടത്തേക്ക് അദ്ദേഹം പെട്ടെന്ന് ഓടി. ഗോൾഡി സമീപത്ത് എവിടെയോ ഉണ്ടായിരുന്നു. ഓ, അതാ ഗേറ്റിനു പുറത്ത് റോഡിന്റെ മറ്റു വശത്ത് ഒരു മാവിന്റെ ശാഖയിൻ മുകളിൽ. ഗോൾഡി മാവിന് മേലെ കയറി. പക്ഷെ താഴെ എങ്ങനെ വരണമെന്ന് അറിയില്ല എന്ന് രാജു മനസ്സിലാക്കി. ഗോൾഡിയെ കണ്ടതിൽ രാജുവിന് വളരെ ആശ്വാസമായി. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. എങ്ങനെ അവളെ തിരിച്ചു കൊണ്ടുവരും? ട്രാഫിക് നിറഞ്ഞ തിരക്കേറിയ തെരുവിലായിരുന്നു മരം. ആ തെരുവ് കടക്കാൻ രാജുവിന് മുമ്പേ ഭയമായിരുന്നു. ഗോൾഡിയെ തൻ്റെ കൈ കാണിച്ച് രക്ഷിക്കാം എന്ന് ഉറപ്പാക്കിയതിനു ശേഷം എങ്ങനെ രക്ഷിക്കണമെന്നാലോചിച്ച് രാജു ആശങ്കപ്പെട്ടു. അപ്പോൾ തൻ്റെ സുഹൃത്ത് അലി രാജു വിഷമത്തോടെ നിൽക്കുന്നത് കണ്ടിട്ട് അടുത്തേക്ക് വന്നു. രാജു, എന്താ പ്രശ്നം? അലി ചോദിച്ചു. രാജു ഗോൾഡിയെ ചൂണ്ടിക്കാണിച്ച് റോഡ് കടക്കാനുള്ള ഭയത്തെക്കുറിച്ചും പൂച്ചയെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും ചെയ്യേണ്ടതിനെക്കുറിച്ചും അലിയോട് പറഞ്ഞു. രാജു വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം, അലി പറഞ്ഞു. നമുക്ക് ഒരുമിച്ച് റോഡ് കടക്കാം, എളുപ്പമാണ്. ആദ്യം വലത്തേക്ക് നോക്കി ഒരു വാഹനവും കൂടുതൽ അടുത്തേക്ക് വരുന്നില്ല എന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇടത്തേക്ക് നോക്കി ഇത് തന്നെ ചെയ്യണം. കടക്കുമ്പോൾ വാഹനങ്ങൾക്ക് ഇങ്ങനെ സ്റ്റോപ്പ് എന്ന് കൈ കാണിച്ച് നിർത്താനും അപേക്ഷിക്കാം. അങ്ങനെ രാജുവിന്റെ കൈ പിടിച്ച് അലി അദ്ദേഹത്തെ റോഡ് കടക്കാൻ സഹായിച്ചു. അവർ റോഡിന്റെ മറുഭാഗത്തെത്തിയപ്പോൾ രാജു ഓടി മാവിന്മേലെ ചാടിക്കേറി. നോക്കൂ, രാജുവിന് റോഡ് കടക്കാൻ പേടിയായിരുന്നുവെങ്കിലും മരങ്ങൾ കയറുന്നതിൽ അദ്ദേഹം മിടുക്കനായിരുന്നു. വേഗതയിൽ ഗോൾഡി ഇരുന്ന ശാഖയിലേക്ക് കയറി മെല്ലെ അവളെ താഴെ കൊണ്ടുവന്നു. വാവ് രാജു, നീ മരം കയറാൻ ഇത്ര വിദഗ്ധനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞേയില്ല. ധൈര്യത്തോടെ അത്രയും ഉയരം ഓടിക്കേറി. ഞാനായിരുന്നുവെങ്കിൽ ഭയപ്പെട്ടേനെ എന്ന് അലി പറഞ്ഞു. നല്ലതായി ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് കേട്ടപ്പോൾ രാജുവിന് സന്തോഷമായി. റോഡ് കടന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ എന്റെ സഹായം ആവശ്യമുണ്ടോ രാജു എന്ന് അലി ചോദിച്ചു. ഇല്ല, എനിക്കിനി ഇത് ഒറ്റയ്ക്ക് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ശ്രദ്ധയോടെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നതിന് താങ്ക് യു അലി, രാജു പറഞ്ഞു. അല്പം പേടിയോടെയാണെങ്കിലും രാജു ഗോൾഡിയെ കയ്യിൽ മുറുക്കെ പിടിച്ച് വീട്ടിലേക്ക് പോകാൻ റോഡ് കടന്നു. പിന്നീട് ആ രാത്രി രാജു എന്താണ് സംഭവിച്ചതെന്ന് അമ്മയോട് പറഞ്ഞു. റോഡ് കടക്കാൻ പറ്റുന്നില്ല എന്ന് വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ട് പേടിയും അമ്മേ, രാജു പറഞ്ഞു. എല്ലാവരും എല്ലാ കാര്യങ്ങളിലും നല്ലതാവണം എന്നില്ല. പക്ഷേ എല്ലാവരും എന്തിലെങ്കിലും നല്ലത് തീർച്ചയായും ആയിരിക്കും, അമ്മ പറഞ്ഞു. റോഡ് കടക്കാൻ പേടിയാണെങ്കിലും മരങ്ങൾ മോൻ അസലായി കയറുന്നു. പക്ഷേ ഇന്ന് റോഡ് കടക്കാനും മോൻ പഠിച്ചു. പേടിയുണ്ടായിരുന്നുവെങ്കിലും ശ്രമിച്ചു. അതു നീ ധൈര്യമുള്ളവനാണെന്ന് കാണിക്കുന്നു. രാജു സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഉറങ്ങാൻ കിടന്നു. കാരണം അദ്ദേഹം എന്തിലെങ്കിലും നല്ലതാണെന്ന് മാത്രമല്ല, ഭയം മറികടന്ന് പുതിയ ഒരു കാര്യം പഠിക്കാനും ധൈര്യപ്പെട്ടു. ഇങ്ങനെയാണ് രാജു ഗോൾഡിയെ രക്ഷപ്പെടുത്തിയത്.
എല്ലാവർക്കും നമ്മുടെ സ്റ്റോറി സീരീസിലെ അവസാനത്തെ കഥ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ എല്ലാവർക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നാം. ആ പ്രവൃത്തികളിൽ നല്ലതല്ല എന്ന് തോന്നാം. ഇത് വായനയോ എഴുത്തോ ചിലവർക്ക് പാട്ടിലോ മറ്റ് കലകളിലോ ആകാം, എന്തുമാകാം. നമ്മളിൽ ചിലവർക്ക് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, അല്ല അവർ നമ്മളോട് പറയുന്ന കാര്യങ്ങളെ കൊണ്ടും ഭയം തോന്നാം. പ്രത്യേകിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളിൽ കൊള്ളില്ല എന്ന് പറയുമ്പോൾ. പക്ഷേ നമ്മൾ രാജുവിൻ്റെയും ഗോൾഡിയുടെയും കഥയിൽ കണ്ടതുപോലെ നമ്മുടെ പേടിയും ഭയവും നമുക്ക് തീർച്ചയായും നേരിട്ട് മറികടക്കാം. എങ്ങനെ ഇത് ചെയ്യാം? ധൈര്യത്തോടെ ഭയത്തിനെ നേരിട്ടുകൊണ്ട്. ഓക്കെ, പക്ഷേ ധൈര്യത്തിൻ്റെ അർത്ഥം എന്താണ്? ചിലവർ വിചാരിക്കുന്നത് ധൈര്യമുണ്ടാവുന്നതിൻ്റെ അർത്ഥം ഒരിക്കലും പേടിയില്ലാത്ത സ്ഥിതിയാണെന്ന്. പക്ഷേ ഇത് പൂർണ്ണമായും ശരിയാണെന്ന് തോന്നുന്നില്ല. ശരിക്കും ധൈര്യം എന്ന് വെച്ചാൽ നമുക്ക് ഭയമുണ്ടെങ്കിലും ആ ഭയത്തെ നേരിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സും ആ ഭയം മറികടന്ന് മുന്നോട്ട് നീങ്ങാനുള്ള ശക്തിയുമാണ്. രാജു ചെയ്തത് ആലോചിച്ചു നോക്കൂ. റോഡ് കടക്കാൻ വളരെ പേടിയായിട്ടും ഗോൾഡിയെ രക്ഷിക്കാൻ തൻ്റെ ഭയം നേരിട്ടു. അതുകൊണ്ട് തന്നെ ഒരു പുതിയ കാര്യവും പഠിച്ചു. ധൈര്യത്തിൻ്റെ വേറൊരർത്ഥം എപ്പോൾ നമുക്ക് ഭയം തോന്നുന്നുവോ മടിക്കാതെ സഹായത്തിന് ചോദിക്കുന്നതാണ്. ബാക്കിയുള്ളവർ നമ്മളെ അങ്ങനെ സഹായിക്കുമ്പോൾ നമ്മളും അത് പഠിക്കുന്നു. പിന്നെ നമുക്കും പിന്നീട് മറ്റുള്ളവരെ അങ്ങനെ തന്നെ സഹായിക്കാം. ഇന്നത്തെ കഥയിൽ രാജുവിൻ്റെ സുഹൃത്ത് അലി ചെയ്തതുപോലെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിൽ വെക്കേണ്ടത്, രാജുവിൻ്റെ അമ്മ പറഞ്ഞതുപോലെ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും നല്ലതാവാൻ സാധിക്കില്ല. ഉദാഹരണത്തിന്, രാജു റോഡ് കടക്കാൻ ബുദ്ധിമുട്ടിയെങ്കിലും മരം കയറുന്നതിൽ എക്സ്പേർട്ട് ആയിരുന്നു. അലി അത് കണ്ട് ആശ്ചര്യപ്പെട്ടു. പറയുകയും ചെയ്തു, എനിക്ക് ഒരിക്കലും അത്രയും മുകളിലേക്ക് കയറാൻ പറ്റില്ല ഭയം കൊണ്ടെന്ന്. ഇങ്ങനെ എല്ലാവർക്കും അവരുടെ കഴിവുകളുണ്ട്. കണക്കിൽ നല്ലതല്ലാത്തൊരു കുട്ടി ചിലപ്പോൾ പാട്ടിൽ വിദഗ്ധനായിരിക്കാം. നമ്മൾ ചില കാര്യങ്ങളിൽ നല്ലതല്ലെങ്കിലും നമ്മളിൽ ഉള്ള കഴിവുകൾ എന്താണെന്ന് എപ്പോഴും ഓർക്കണം. ഇത് നമുക്ക് ആത്മവിശ്വാസം നൽകും. അങ്ങനെ നമ്മുടെ ഭയവും ബലഹീനതയും മറികടന്ന് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ കഥ പൂർത്തിയായി. നിങ്ങളുടെ കൂടെ കഥകൾ പറഞ്ഞും കേട്ടും ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷൻ്റെ ഒരു മാസം എങ്ങനെ പോയി എന്ന് അറിഞ്ഞില്ല. നമ്മുടെ 4 കഥകളും കുട്ടികൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴൊക്കെ വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്നുവോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്ന് കേൾക്കാം. കൂട്ടുകാരെ കൂടിയും ഷെയർ ചെയ്യുക. വേറെ കുറേ കഥകളും കാര്യങ്ങളും കളിയുമായി വീണ്ടും നമുക്ക് വേഗം തന്നെ കാണാം. അതുവരെ സേഫായിരിക്കൂ, സന്തോഷമായിരിക്കൂ. നിങ്ങൾ കുട്ടികളാണ് നമ്മുടെ പ്രചോദനവും സന്തോഷവും. ആശംസകളോടെ, നന്ദിയോടെ തൽക്കാലത്തേക്ക് ബൈ.